വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ ഞാൻ ചട്ടിയും കൊണ്ട് എന്താണെന്നല്ലേ ഉമ്മാക്ക് കൂന്തലിട്ടാൽ തന്നെ വിഷമത്തിൽ നാട്ടറ കൊഞ്ചും കൊണ്ട് വന്നേക്കുന്നത്. നല്ല പേടക്കണ കൊഞ്ച് മുട്ടൻ കൊഞ്ചാ. അപ്പോൾ ഉമ്മ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനത് അഭിപ്രായം പറഞ്ഞു, നമുക്കെന്നാൽ കൊഞ്ച് ബിരിയാണി വെച്ചാലോ എന്ന്. അപ്പോൾ ഉമ്മ പറയണേ അവൾക്ക് കുറച്ച് ബിരിയാണി ആയിട്ട് ഇരിക്കുന്നതിൻ്റെ കുത്തിക്കിഴപ്പാണ്. എന്തായാലും നമ്മൾ സമ്മതിപ്പിച്ചു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി കുരുമുളക് പൊടി പെരിഞ്ചീരകവും എല്ലാം കൂടെ അങ്ങോട്ട് വാരിയിട്ട് മുളക് പൊടി ഇട്ട് നമ്മുടെ കരിയാപ്പിലയും കൂടെ വാരിയിട്ട് നല്ലപോലെ കുഴച്ച് മാറ്റി വെക്കുക. അവൻ എവിടെ നിന്ന് ഉറങ്ങട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി അരി കഴുകിയെടുക്കാം. മൊത്തം കിടക്കട്ടെ, എന്തായാലും ഒരു വഴിക്ക് പോലെ. അപ്പം നല്ലപോലെ ഇളക്കി നമ്മൾ കഴുകി വാരിയതിന് ശേഷം അവനെ അങ്ങോട്ട് അടച്ച് മാറ്റി വെക്കാൻ. അവനെ അവിടെ നിന്ന് ഉറങ്ങട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കൊഞ്ചുകുട്ടന്മാരെ നമുക്ക് കുളിപ്പിച്ചെടുത്താലോ. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ കുളിക്കാനുള്ള കൊഞ്ചുകുട്ടന്മാരെ അങ്ങോട്ട് ഇറക്കി അങ്ങ് വിടുക. അവന്മാരെ അങ്ങോട്ട് നിരത്തി വരുക. ഈ സമയത്ത് ഒരു പ്രത്യേക മണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ അങ്ങനെയാണോ? അപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കിയല്ലോ. അപ്പോൾ നാണ്ടറ നോക്കിയപ്പോൾ ഇവിടുത്തെ PT ഷോ കൂട്ടാപ്പായം കൂടെ ഒരോട്ടം. എന്തൊക്കെ അരിഞ്ഞാൽ നോക്കിയാലോ, തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി വേണ്ട, അത് നമ്മൾ ഓൾറെഡി അതിനകത്ത് ഇട്ടിട്ടുള്ളതാണ്, നമുക്ക് അതിന് ആവശ്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഈ അരിഞ്ഞ് വരിയെല്ലാം കൂടെ ആ വറുത്തതിനകത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. വേറെ പാത്രമൊന്നും വേണ്ട, പാത്രം എടുത്താൽ ഞാൻ തന്നെ കഴിയേണ്ടി വരും. അത് കഴിഞ്ഞ് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം വെച്ചാലോ. അരി വേവിക്കാനുള്ള വെള്ളത്തിലോട് സ്പൈസസും നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും നമ്മുടെ മാഗി ക്യൂബും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എണ്ണയും ഉപ്പും കൂടെ വേണം. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. എന്തായാലും അതെല്ലാം കൂടെ ഇവിടെ നിന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ സൊറ പറയുന്ന സമയത്ത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. ഇത്രയും ജോലി ചെയ്തില്ലേ. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒന്ന് സൊറ പറഞ്ഞ് കുളുകുളാന്ന് ചിരിക്കുന്നു. അവരെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിക്കാൻ പോയിട്ട് വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഗായ്സ് ഇത് കണ്ട ഉമ്മ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്. ആ വെച്ചപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോട്ടീൻ ഞാൻ കുട്ടപ്പായുടെ കുറച്ച് ക്രീം, കുറച്ച് കൺമശിയൊക്കെ എടുത്ത് അങ്ങോട്ടങ്ങ് വരയ്ക്കാം. കുട്ടപ്പായുടെ കൺമശിയില്ല കേട്ടോ, ഇത് എൻ്റെ കൺമശിയാണ്. അതെല്ലാം കൂടെ വരച്ചപ്പോൾ ഇതെന്താണ് കുട്ടപ്പായ്ക്ക് എഴുതുന്ന പോലെ ആയി പോയല്ലോ ഉമ്മ. ഇനിവേ എന്തായാലും ഞാൻ പറഞ്ഞു എനിക്ക് ഈ 2 കഷ്ണങ്ങൾ കൂടുതൽ കാരണം എനിക്ക് ആ ക്ലിപ്പ് കിട്ടാത്തതുകൊണ്ട്. അന്നേരം പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കഷ്ണങ്ങൾ കൂടുതൽ റെഡി മോളെന്ന് പറഞ്ഞു. അതെല്ലാം കൂടെ വാരി വരച്ച് വെച്ചൊരു പപ്പടം, ഒരു ഇത് അച്ചാറാട്ടോ, ജാമല്ലേ, അതെല്ലാം കൂടെ വാരി വരച്ച് വായിക്കാത്തോട്ട് കുത്തി അങ്ങ് കയറ്റി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ കഴിക്കട്ടെ. ഓക്കെ, ബൈ.